കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസമായി? ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ലേ? ആർക്കാണ് പ്രശ്നം? ഈ പറഞ്ഞ ചോദ്യങ്ങൾ മിക്കതും ഫേസ് ചെയ്തിട്ടുണ്ടാവുക സ്ത്രീകളായിരിക്കുമല്ലേ? സ്ത്രീകൾ മാത്രമാണോ വന്ധ്യതാ കേസുകളിൽ ശ്രദ്ധിക്കേണ്ടത്? അല്ല. സ്ത്രീകളുടെ ഡയറ്റ് ആൻഡ് റെജിമൻ പറയുന്നത് പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഡയറ്റും പുരുഷന്മാർക്കും ബാധകമാണ്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് തിങ്, സ്മോക്കിങ്ങും മദ്യപാനത്തിന്റെ ശീലം ഉണ്ടെങ്കിൽ അത് ആൽക്കഹോൾ കൺസംഷൻ കുറയ്ക്കുക, പുകവലി കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്. പുകവലി കാരണം ബീജങ്ങളുടെ എണ്ണത്തിലും ക്വാളിറ്റിയിലും ഈവൻ DNA വരെ ചേഞ്ചസ് ഉണ്ടായേക്കാം. അപ്പം സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെയാണ് മദ്യപാനം. രണ്ടാമത്തെ കാര്യം, ഓവർ വെയിറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് നോർമൽ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ സെഡൻഡറി ഹാബിറ്റ് സ്പേം ക്വാളിറ്റിയെ ബാധിച്ചേക്കാം. അതുകൊണ്ട് എക്സസൈസുകൾ നിർബന്ധമാക്കുക. എന്നാൽ എക്സസീവ് ആയിട്ടുള്ള എക്സസൈസുകളും സ്പേമിന്റെ മോട്ടിലിറ്റി ക്വാളിറ്റി കുറയ്ക്കുന്നതിന് കാരണമാവും. അതുപോലെ തന്നെ ഡയറ്റില് നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഹോർമോണൽ ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇനി മുതൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ബോധവാന്മാരായിരിക്കുക. പിന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 months മുമ്പെങ്കിലും ശ്രദ്ധിച്ചു വരേണ്ടതാണ്.